നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇന്ന് നമുക്ക് റിലേഷൻഷിപ്പ് റീഡിങ്ങും ഉണ്ട്. ഓക്കെ, ഇന്നത്തെ ഈ വരാൻ പോകുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുക നോക്കാം. ഓക്കെ, എന്തായിരിക്കും, എന്തെങ്കിലും മാറ്റം സംഭവിക്കുമോ, എന്തെങ്കിലും മാറ്റം ഉണ്ടോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, എന്ത് മാറ്റമാണ് വരാൻ പോകുന്നത് നോക്കാം. ഓക്കെ, ആൻഡ് പേഴ്സൻ്റെ മെസ്സേജസ് കൂടി എടുക്കാം. ഓക്കെ, എന്ത് മാറ്റമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരാൻ പോകുന്നത് മുന്നോട്ട്. മെയ് ഫസ്റ്റ് വീക്ക് ആയല്ലോ അല്ലേ, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, എന്ത് മാറ്റമാണ് വരാൻ പോകുന്ന, നല്ല മാറ്റങ്ങൾ എന്ന് പ്രതീക്ഷിക്കാം നമുക്ക്. ഓക്കെ, പേഴ്സൻ്റെ മെസ്സേജസ് കൂടി എടുക്കാം. ആൻഡ് ഒരു എനർജി ആദ്യം നമുക്ക് നോക്കാം, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജി നോക്കാം. ജഡ്ജ്മെൻറ്റ്, ടെമ്പറൻസ്, പേജ് ഓഫ് സോർഡ്സ്, ഹാങ്മാൻ, മജീഷ്യൻ, Moon, World, Hierophant, Lover's card, very good. Queen of Swords, Page of Wands, Queen of Swords. ഞാൻ ഒരു സപ്പോർട്ടിങ് എനർജി ആയിട്ട് ഇവിടെ വെക്കുന്നുണ്ട്. Wow. Okay, wow. 3 of Cups ഉണ്ട്. സോ ഡെഫിനറ്റ്ലി ഇത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് ഇവിടെ. വാവ്, ഞാനത് എക്സ്പെക്ട് ചെയ്തില്ല തീരെ. തേർഡ് പാർട്ടി എന്ന് ഉദ്ദേശിച്ചിട്ടല്ല ഞാൻ നോക്കിയത്, ബട്ട് ഓക്കെ, വന്ന സ്ഥിതിക്ക് ഇരിക്കട്ടെ, ഫൈൻ. രണ്ട് ഭാഗത്തിരിക്കട്ടെ. ആൻഡ് ഇവിടെ 3 of Cups ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡെഫിനറ്റ്ലി തേർഡ് പാർട്ടി എനർജിയുടെ ഇതാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ജഡ്ജ്മെൻറ്റ് ടൈം ഉണ്ട് എന്തായാലും. അപ്പോൾ ഒരു തീരുമാനം എടുക്കുന്ന സമയമാണ്. ലവേഴ്സ് കാർഡ് ഉണ്ട്, ചോയ്സ്, തീരുമാനം എന്നൊക്കെ നമ്മൾ പറയും. നിങ്ങളുടെ പേഴ്സൺ ഓക്കെ ഒരു തീരുമാനം എടുക്കുന്ന ഒരു സമയമാണിപ്പോൾ. ജഡ്ജ്മെൻറ്റും ടെമ്പറൻസും ഒക്കെ ഉണ്ട് ഇവിടെ. സോ ഇത് ലേഡീസായിട്ട് എടുക്കണ്ട. ഓക്കെ, മീൻസ് നിങ്ങൾ മെൻ വാച്ചിങ് ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ തിരിച്ചെടുത്തോളൂ. ഓക്കെ, തേർഡ് പാർട്ടി എന്ന രീതിക്കും നിങ്ങൾ എന്ന രീതിക്കും രണ്ട് കാർഡായിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, ഒരുപാട് കൺഫ്യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾ എനർജീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ലൈക്ക് ലേഡീസ് ആൻഡ് ജെൻസ് മാറ്റിയെടുത്തോളാം. ഓക്കെ, ക്വീൻ ഓഫ് കപ്സ് ഒരാൾ, നിങ്ങളും ഒന്ന് തേർഡ് പാർട്ടി. അപ്പോൾ ജഡ്ജ്മെൻറ്റ് കാർഡ് ഉണ്ട് ഇവിടെ. തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ ഒരു തീരുമാനം എടുക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. ഐ തിങ്ക് അവർ ആ ഡിസിഷനെ കുറിച്ച് അവർ ആലോചിക്കുകയാണ്. അവർ സ്റ്റക്കാണ്. ഓക്കെ, അവർ സ്റ്റക്കായിരുന്നു അല്ലെങ്കിൽ ആണ് എന്ന് പറയാം. ഇപ്പോഴും സ്റ്റക്ക് തന്നെ ആയിരിക്കാം. അവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ഓക്കെ, തേർഡ് പാർട്ടി അവരുടെ ലൈഫിലുണ്ട്. തേർഡ് പാർട്ടി ചിലവർക്ക് ഇവിടെ മാരീഡ് ആവണമെന്നില്ല. ഇവിടെ എനിക്ക് ആക്ച്വലി മാരീഡും ആവാം. ഓക്കെ, കുറച്ച് പേർക്ക് മാരീഡ് ആവാം, ചിലവർക്ക് ജസ്റ്റ് ഒരു എക്സ്ട്രാ റിലേഷൻഷിപ്പ് ആവാം. പക്ഷെ എന്തായാലും ഇവിടെ ഒരു ചോയ്സിൻ്റെ സമയമാണ്. നിങ്ങളുടെ പേഴ്സൺ ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം തീരുമാനം എടുക്കാൻ, അല്ലെങ്കിൽ അവർക്ക് എന്ത് തന്നെയായാലും ഇവിടെ ഒരു ജഡ്ജ്മെൻറ്റ് വരുന്നത് യൂണിവേഴ്സ്. ഞാനിത് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ജഡ്ജ്മെൻറ്റ് യൂണിവേഴ്സ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ കറണ്ട് പോയിട്ടുണ്ട്. എന്തെങ്കിലും സൈൻ ആയിരിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. മേ ബി യൂണിവേഴ്സായിട്ട് ചില കാര്യങ്ങൾ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സായിട്ട് ഇവിടെ ഒരു തീരുമാനം എടുക്കാൻ നിങ്ങളുടെ പേഴ്സണെ പ്രഷർ ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, എന്ന് വെച്ചാൽ യൂണിവേഴ്സ് പറയുന്നുണ്ടാവും, ഓക്കെ ഇങ്ങനെ സ്റ്റക്കായി നിന്നത് മതി, ഒരു തീരുമാനം എടുക്കുക എന്ന രീതിക്ക് പറയുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഓക്കെ, യൂണിവേഴ്സ് അത് അങ്ങനെ ചെയ്യും. കാരണം അവർക്ക് അവസരങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കും പേഴ്സണിന്, നിങ്ങളുടെ പേഴ്സണിന് കാര്യങ്ങൾ റിയലൈസ് ചെയ്യാൻ, നിങ്ങളുടെ വർത്ത് റിയലൈസ് ചെയ്യാൻ ഉള്ള അവസരം, അല്ലെങ്കിൽ അവരൊരു ചോയ്സ് എടുക്കണം ചില സമയത്ത് അല്ലേ. അതിന് യൂണിവേഴ്സ് ചില സമയത്ത് അവർക്ക് സൈന് കൊടുക്കും. അവർ മനസ്സിലാക്കില്ല, അതാണ് അവരുടെ പ്രശ്നം. ആക്ച്വലി അവർ സയൻസ് മനസ്സിലാക്കിയാൽ നല്ലത്. ഇപ്പം നമ്മൾ പറയാറുണ്ട് ദാറ്റ് ആദ്യം ചെറിയ ചെറിയ ഒരു ഇതൊക്കെ കൊടുക്കും, കൊട്ടും ഇതൊക്കെ കൊടുക്കും. അതിൽ നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കിയാൽ നല്ലത്. ഇല്ലയെന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ ശരിക്കും അവർക്ക് എന്താണ് നല്ലത് എന്നുള്ളത് തിരഞ്ഞെടുക്കാൻ ഓക്കെ അവസരങ്ങൾ കൊടുക്കുകയാണ്. അങ്ങനെ ചെയ്യാതെ വരുമ്പോഴാണ് അവർക്ക് ലൈഫിൽ വേറെ വല്ല പ്രശ്നങ്ങളൊക്കെ അവർക്ക് വരും, കർമ്മ അനുഭവിക്കും എന്നൊക്കെ നമ്മൾ പറയുന്നത്. പക്ഷേ ആദ്യം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ചെറിയ ചെറിയ ഇത് കൊടുക്കുന്നുണ്ടാവാം, സയൻസ് കാണിക്കുന്നുണ്ടാവാം.
ആരെയാണ് ചൂസ് ചെയ്യേണ്ട, ആരാണ് നല്ലത് എന്നുള്ളത്. കാരണം തേർഡ് പാർട്ടിയുടെ കാര്യം നമ്മൾ പറയുമ്പോൾ ഒന്ന് നിങ്ങളുടെ എനർജിയാണ്. നിങ്ങൾ വളരെയധികം അവരെ കെയർ ചെയ്യുന്ന ഒരു പേഴ്സൺ, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത്. അത് ലേഡി ആയാലും ജെൻറ്റ്സ് ആയാലും. പക്ഷേ തേർഡ് പാർട്ടി കാണിക്കുന്നത് വളരെ ഒരു സ്ട്രിക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് അവരെ കൺട്രോൾ ചെയ്യുന്ന ഒരു തരത്തിലുള്ള ഒരു പേഴ്സൺ, അവരെ ഒരുപാട് ഭരിക്കുന്നതെന്ന് പറയാം, അല്ലെങ്കിൽ അവരെ ഒരു റെസ്പെക്ട് കൊടുക്കാത്ത ഒരാളെന്ന്. കാരണം ഈ പേഴ്സൺ തന്നെ ഭയങ്കര ഒരു അവരുടെ സ്ട്രിക്റ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അവർ പറയുന്ന പോലെ കാര്യങ്ങൾ നടക്കണം എന്നൊക്കെയുള്ള ഒരു തരത്തിലുള്ള പേഴ്സൺ ആണ് നമ്മൾ പറയാം. സോ അപ്പോൾ അവർക്ക് ആ വ്യത്യാസങ്ങൾ, ഓക്കെ, അവരുടെ ലൈഫിൽ ആരാണ് അവരുടെ കൂടെ നല്ല രീതിയിൽ നിൽക്കുക എന്നൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ ഉള്ള അവസരം ഐ തിങ്ക് യൂണിവേഴ്സ് കൊടുക്കും. ഓക്കെ, ഇവിടെ ടെമ്പറൻസ് ഉണ്ട്, ബാലൻസ്. നിങ്ങളുടെ പേഴ്സൺ ഐ തിങ്ക് ഒരു ലൈഫിൽ ഒരു ബാലൻസ് കൊണ്ടുവരാൻ ശ്രമിക്കും. പേജ് ഓഫ് സോഡ്സ് ആണ്, പക്ഷേ അവർ ആക്ഷൻ എടുക്കാൻ അത്ര ഇപ്പോഴും മെച്ചുവേർഡ് ആയിട്ടില്ല. ഓക്കെ, അവർക്ക് ഇപ്പോഴും ഒരു കാര്യങ്ങൾ ശരിക്കും വ്യക്തമായിട്ടില്ല എന്ന് പറയാം. ഓക്കെ, അവർക്ക് ഇപ്പോഴും ഒരു തീരുമാനം എടുക്കാനോ അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുക്കാനോ ഉള്ള ഒരു ധൈര്യം വന്നതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. പേജ് ഓഫ് സോഡ്സ് പറയുമ്പോൾ പിന്നെ സ്റ്റോക്കിങ്ങിൻ്റെ കാര്യം നമ്മൾ പറയാറുണ്ട്. നിങ്ങൾ തമ്മിൽ ഇപ്പോൾ സെപ്പറേഷനോ കോൺടാക്ട് വല്ലതും ഒക്കെയാണ്. വേൾഡ് കാർഡ് ഉള്ളതുകൊണ്ട് മേ ബി നിങ്ങൾ സെപ്പറേഷനിലായിരിക്കാം, ദൂരെ ആയിരിക്കാം, സെപ്പറേഷനിലായിരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നതെന്നൊക്കെ അറിയാൻ ശ്രമിക്കുന്നുണ്ടാവാം. കോണ്ടാക്ട് ഇല്ലെങ്കിൽ, ഓക്കെ, കോണ്ടാക്ട് ഉണ്ടെങ്കിലും ഐ തിങ്ക് അവർ നിങ്ങളുടെ ലൈഫിൻ്റെ മേലെ ഒരു കണ്ണ് അവർ വെച്ചിട്ടുണ്ട്. അവർ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഹാങ്മാൻ നമ്മൾ പറയാറുണ്ട്, സ്റ്റക്ക് ആണെങ്കിലും അവരെവിടെയോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് എന്ന് പറയാം. ഓക്കെ, കാര്യങ്ങൾ അവർക്ക് കുറച്ചുകൂടി റിയലൈസ് ചെയ്യുന്ന ഒരു സമയമായിട്ടാണ് പറയാം. ഓക്കെ, എല്ലാം ഒരു എല്ലാം കണ്ട് മനസ്സിലാക്കി എന്ന് പറഞ്ഞ പോലെ ആ രീതിക്ക് അവർക്കുള്ള ഒരു അവസര സമയമാണ് ഈ ഹാങ്മാൻ സിറ്റുവേഷൻ. ഹാങ്മാൻ സമയങ്ങൾ അങ്ങനെയാണ്. പക്ഷെ അത് ഓക്കെ, പക്ഷെ അവർ അറിയില്ല ആ ഒരു ഓപ്പർച്യൂണിറ്റി അവരെടുക്കുമോ എന്നുള്ളതാണ് ഇനിയിപ്പോൾ ക്വസ്റ്റ്യൻ. പക്ഷേ ഇപ്പോൾ മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ദാറ്റ് യൂണിവേഴ്സായിട്ട് ചില കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. മജീഷ്യൻ കാർഡ് ഉണ്ട്. മേ ബി നിങ്ങളിത് ആഗ്രഹിച്ചായിരിക്കാം അവർക്കൊരു മാറ്റം വരണം എന്നുള്ളത്. അതുകൊണ്ടായിരിക്കാം ചില മാറ്റങ്ങൾ യൂണിവേഴ്സായിട്ട് ചിലപ്പോൾ ചില കാര്യങ്ങൾ നീക്കുന്നത്. ഇപ്പം അതുകൊണ്ടായിരിക്കാം നിങ്ങൾ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ വല്ലതും ഉണ്ടാവാം. മാറ്റങ്ങൾ വരും എന്ന് നമുക്ക് പറയാം. ഓക്കെ, നിങ്ങൾ ആഗ്രഹിച്ച പോലെ ചില കാര്യങ്ങൾ മാറും എന്ന് പറയാം. ആക്ച്വലി നിങ്ങളുടെ പേഴ്സൻ്റെ കയ്യിൽ ഇങ്ങനെയും നമുക്ക് പറയാം, അവർ തന്നെ മജീഷ്യൻ ആണ്. ശരിക്കും പറഞ്ഞാൽ അവർക്ക് വേണ്ടത് ചെയ്യാൻ പറ്റും. ഇങ്ങനെ സ്റ്റക്കായിട്ട് അവർ ഫീൽ ചെയ്യുന്നു, ആക്ഷൻ എടുക്കാൻ പറ്റില്ല എന്ന് അവർക്ക് തോന്നുന്നു. പക്ഷെ അവർക്ക് പറ്റും, അല്ലേ? എല്ലാം നമ്മുടെ അവനവൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. നിങ്ങൾക്കായാലും പറ്റും, അവർക്കായാലും കാര്യങ്ങൾ അവർ ശരിക്കും തനിച്ച് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. എല്ലാ കയ്യിലുണ്ട് നമ്മുടെ ഈ എല്ലാ സാധനങ്ങളും. അതായത് കപ്സ് പറയുമ്പോൾ ഇമോഷൻസ് ആണ്, പെൻറ്റിക്കിൾസ് പറയുമ്പോൾ പണത്തിൻ്റെ കാര്യങ്ങളാണ്. ഓക്കെ, ഓരോന്നും ഓരോ കാര്യങ്ങളാണ്. ആക്ഷൻ എടുക്കാനായാലും ആലോചിക്കാനായാലും പ്രവർത്തിക്കാനായാലും എല്ലാം കഴിവ് നമ്മളുടെ കയ്യിലാണുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു പവറിലേക്ക് അവർ വരും എന്ന് നമുക്ക് വിശ്വസിക്കാം. ഓക്കെ, യൂണിവേഴ്സ് അവരെ അതിനുവേണ്ടി ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മെല്ലെ. ഓക്കെ, പിന്നിൽ നടക്കുന്നുണ്ട് ചില കാര്യങ്ങൾ. മേ ബി നിങ്ങൾ അറിയുന്നില്ല, പക്ഷേ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ടാവാം. മൂൺ, ഹിഡൻ എന്ന് പറയാം. ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മറഞ്ഞിരിക്കുന്നുണ്ട്. യൂണിവേഴ്സ് ചെയ്യുന്നുണ്ട് ചില കാര്യങ്ങൾ. ഓക്കെ, അവിടെ ജഡ്ജ്മെന്റ് എപ്പോഴും നമ്മുടെ യൂണിവേഴ്സിന്റെ ഭാഗത്തുനിന്നാണ് നമ്മൾ പറയാം. യൂണിവേഴ്സ് ചില കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ അറിയുന്നില്ല, പക്ഷെ അത് മാറ്റങ്ങൾ വരും നിങ്ങളുടെ പേഴ്സണിൽ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വേൾഡ് കാർഡും നമ്മൾ എൻഡിങ് ആൻഡ് ന്യൂ ബിഗിനിങ് എന്ന രീതിയിൽ പറയും. ഡിസ്റ്റൻസ് ആണ്, ദൂരെയാണ്, അകൽച്ചയാണ് എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ അല്ലെങ്കിൽ പുതിയ തുടക്കങ്ങൾ വരും എന്നും പറയാം. അപ്പം നിങ്ങളുടെ പേഴ്സൺ ഈ ഹാങ്മാൻ സിറ്റുവേഷനിൽ നിന്ന് മാറിയിട്ട് മജീഷ്യൻ ലെവലിലേക്ക് വരണം എന്ന് വെച്ചാൽ അവർ അങ്ങനെ സ്റ്റക്കായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്, എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള ചിന്തയിൽ നിന്ന് അവർ മാറി നെക്സ്റ്റ് എന്തെങ്കിലും ചെയ്യാനുള്ള അവർക്കൊരു സ്വന്തമായിട്ട് അവർ തന്നെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് അവർ തന്നെ ചില കാര്യങ്ങൾ മാറ്റം വരുത്താൻ അവർ ശ്രമിക്കും എന്ന് പറയാം. ബാലൻസ് കൊണ്ടുവരാൻ അവർ ശ്രമിക്കും. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും എല്ലാം വരുത്താൻ അവർ ശ്രമിക്കും എന്ന രീതിക്കാണ് പറയാൻ പറ്റുക. ഓക്കെ, അതാണ് മാറ്റം. അങ്ങനെയായിരിക്കാം. നിങ്ങൾ തമ്മിലൊരു മുന്നോട്ടൊരു ഫ്യൂച്ചർ കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ അവർ ശ്രമിക്കും എന്ന് പറയാം. ഓക്കെ, ഒരു പുതിയ തുടക്കം കൊണ്ടുവരാൻ അവരും ആഗ്രഹിക്കുന്നുണ്ട്, അതവർ ശ്രമിക്കും. ആൻഡ് ഹൈറോഫൻ്റ് ഉണ്ട്. ചിലവർക്ക് ഇവിടെ നിങ്ങൾ വേറെ കാസ്റ്റ് അങ്ങനത്തെ വല്ലതൊക്കെ ആയിരിക്കാം, വേറെ റിലീജിയൻ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ തടസ്സങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, എങ്ങനെ നിങ്ങളതിനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള ഒരു ടെൻഷൻ അവർക്കും ഉണ്ടാവും. അല്ലെങ്കിൽ ഇതൊരു മാരേജിൻ്റെ കാര്യം പറയാറുണ്ട്. ഓക്കെ, മാരേജ് എന്ന് പറയുമ്പോൾ മാരേജ് അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റ് എന്തും ആയിക്കോട്ടെ. ഓക്കെ, ആ രീതിയിൽ അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്, അവർക്കും വേണമെന്നുണ്ട് ആക്ഷൻ എടുക്കാനുള്ള സാധ്യത എന്ന് പറയാം. വേറൊരു കാര്യം, ഇത് നമ്മൾ ചിലപ്പോൾ വല്ലവരുടെ അടുത്ത് അഡ്വൈസ് എടുക്കുന്നതായിട്ട് നമ്മൾ പറയാറുണ്ട്. ഹൈറോഫൻ്റ് കാർഡ് എന്ന് വെച്ചാൽ ആരെങ്കിലും അവർ അഡ്വൈസ് ചോദിക്കുമായിരിക്കാം. അവർ അറിയുന്ന ആരെങ്കിലും ലൈക്ക് എങ്ങനെയാണ് ഞാൻ ഇതിനെ പ്രൊസീഡ് ചെയ്യേണ്ടത് ഈ സിറ്റുവേഷനിൽ, ഞാൻ അവരുടെ ഫ്രണ്ട്സിനോടോ ആയിരിക്കാം, അല്ലെങ്കിൽ നല്ല അവർക്ക് റെസ്പെക്റ്റ് ആയിട്ട് തോന്നുന്ന ആരെയോടെങ്കിലും അഡ്വൈസ് ചോദിക്കുന്നുണ്ടാവാം.
ലവേഴ്സ് കാർഡ് ഉണ്ട് ഇവിടെ. സോ റീയൂണിയൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു കണക്ഷൻ അവർ വളരെയധികം ആലോചിക്കുന്നുണ്ട്. അവർക്ക് സ്നേഹമുണ്ട്, ഫീലിങ്സ് ഉണ്ട്, എല്ലാം പറയാം. ഓക്കെ, നിങ്ങൾ തമ്മിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിരിക്കാം. ഓക്കെ, അത് അവരും ഫീൽ ചെയ്യുന്നുണ്ട് അതൊക്കെ. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങളെ ആക്ച്വലി അവരെ ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടി പുഷ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മാറ്റങ്ങൾ ഇപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് ഇവിടെ തേർഡ് പാർട്ടീസ് നിങ്ങളെയും തമ്മിൽ അവരുടെ ഒരു തീരുമാനം മീൻസ് ഒരു തേർഡ് പാർട്ടി, സോറി ഞാനത് പറയാൻ വിട്ടുപോയി. തേർഡ് പാർട്ടി നിങ്ങളെ പാരൻസും ആവാം ഇവിടെ. ഓക്കെ, പാരൻസ് എന്ന രീതിയിൽ നമുക്ക് പറയാം, ഫ്രണ്ട്സും ആവാം. പാരൻസ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ജസ്റ്റ് നിങ്ങളുടെ ഇടയിൽ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ തീരുമാനം എടുക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫാമിലി ആണെങ്കിൽ, അതായത് ഫാമിലി പറയുന്നത് കേൾക്കണോ അതോ നിങ്ങളെ എങ്ങനെയെങ്കിലും സ്വീകരിക്കാൻ അവർക്ക് പറ്റുമോ എന്നുള്ള ചിന്ത അല്ലേ. ഫാമിലി എതിർത്താലും അതിൻ്റെ മേലെ നിങ്ങളെ സ്വീകരിക്കാൻ അവർ തയ്യാറാവോ എന്നൊക്കെ ഉള്ളത്. ഫ്രണ്ട്സ് ഇപ്പോൾ ആരെങ്കിലും ഇടയിൽ എന്തെങ്കിലും കളിക്കുന്നുണ്ടെങ്കിൽ അവരെ വാക്ക് കേൾക്കാതെ നിങ്ങളെ ചൂസ് ചെയ്യുക എന്നുള്ളത്. അതാണ് ഞാൻ ചോയ്സിൻ്റെ കാര്യം പറഞ്ഞത്. ഓക്കെ, എന്തായാലും ശരി, അല്ല വേറെ പേഴ്സൺ ആണെങ്കിലും വേറെ തേർഡ് പാർട്ടി ആണെങ്കിലും റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആയാലും അവർ അതിൽ നിന്ന് മാറിയിട്ട് നിങ്ങളെ തന്നെ ചൂസ് ചെയ്യണം എന്നുള്ള ഒരു തീരുമാനം അവർ എടുക്കാൻ ശ്രമിക്കുമോ എന്നാണ്. ഇത് ആക്ച്വലി നമ്മൾ സെലിബ്രേഷൻ്റെ കാർഡാണ് പറയുക. നമ്മൾ 3 of Cups റെപ്രസെൻറ്റേഷൻ, പക്ഷേ 3 of Cups തേർഡ് പാർട്ടി എന്ന് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, പക്ഷേ മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയാണ് ഇവിടെ. ഇവിടെ നൈറ്റ് ഓഫ് വൺസും ഉണ്ട്. സോ മേ ബി നിങ്ങൾ ആക്ഷൻ എടുക്കും, പേഴ്സൺ ഒരു ആക്ഷൻ എടുക്കാൻ അവർ ഒരു പ്ലാൻ ചെയ്ത് ആക്ഷൻ എടുക്കാൻ ശ്രമിക്കുമെന്ന് നമുക്ക് പറയാം. ഓക്കെ, എന്തായാലും ഇവിടെ മേജർ കാർഡ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്ത ഇതാണ്. നിങ്ങളുടെ പേഴ്സൺ യൂണിവേഴ്സ് നിങ്ങളുടെ പേഴ്സണിനെ ഒരു ചില ചിന്തിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അറ്റ്ലീസ്റ്റ് അവർക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി യൂണിവേഴ്സായിട്ട് അവരെ ഒന്ന് പുഷ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. അത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല. ഓക്കെ, ഇതൊന്നും നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല, കാരണം പിന്നിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, പക്ഷേ ഈ ഒരു ചേഞ്ച് ഐ തിങ്ക് നിങ്ങൾക്ക് വേഗം പ്രതീക്ഷിക്കാം. ഓക്കെ, ആൻഡ് ലവേഴ്സ് കാർഡ് ഉണ്ട്, ചോയ്സിൻ്റെ കാര്യം പറയാറുണ്ട്. പക്ഷെ ഇത് വേഗം എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് സ്ലോ ആയിരിക്കും എനർജി. കാരണം ഇവിടെ എനർജീസ് ഒന്നും ഫാസ്റ്റ് എനർജി ഒന്നും വന്നിട്ടില്ല. കുറച്ച് സ്ലോ ആയിരിക്കും കാര്യങ്ങൾ. നിങ്ങൾ ആഗ്രഹിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടക്കും, മാറ്റങ്ങൾ വരും. ഓക്കെ, പക്ഷെ ലേശം സ്ലോ മാറ്റങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് സമയം എടുക്കുമായിരിക്കാം. അതുകൊണ്ട് നിങ്ങൾ ഫ്രസ്ട്രേറ്റ് ആവരുത്. പക്ഷെ വെയിറ്റ് ചെയ്യുക. യൂണിവേഴ്സിൻ്റെ ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടി നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാം. പിന്നിൽ നടക്കുന്നുണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞില്ലേ, അതൊക്കെ നടക്കട്ടെ. അതിനൊക്കെയുള്ള സമയങ്ങൾ നിങ്ങൾ കൊടുക്കാം. നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ജീവിക്കുക, അതിൻ്റെ ഇടയിൽ അത് വിട്ട് കളയരുത്. പേഴ്സൻ്റെ മെസ്സേജ്: I have been giving you love, devotion and received nothing but your criticism and pain. ഇത് നിങ്ങളുടെ ഭാഗത്തുനിന്നാവാം, നിങ്ങളുടെ പേഴ്സൺ പറയുന്നതായിട്ടല്ല. ഓക്കെ, അല്ലെങ്കിൽ അവർക്ക് തോന്നുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ശരി, അങ്ങനെയാവാം. എൻഡിങ്സ് മൈറ്റ് ബ്രിങ് ബെറ്റർ ബിഗിനിങ്സ് എന്ന് വെച്ചാൽ വേൾഡ് കാർഡ്. ഓക്കെ, ഇവിടെ ഇതിൻ്റെ അർത്ഥം ഞാൻ കുറച്ചുകൂടി ക്ലിയർ ആവാം. അവർക്ക് തോന്നുന്നത് ആക്ച്വലി അവർ നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്? വാവ്, അവർക്ക് തോന്നുന്നത് നിങ്ങൾ അവരെ എപ്പോഴും കുറ്റപ്പെടുത്തി, അല്ലെങ്കിൽ ഇത് തേർഡ് പാർട്ടിയോട് പറയുന്നതായിരിക്കാം. ഓക്കെ, തേർഡ് പാർട്ടി, നമ്മൾ ക്വീൻ ഓഫ് സോർഡ്സ് പറഞ്ഞ സ്ഥിതിക്ക് ആ തേർഡ് പാർട്ടിയോടുള്ള മെസ്സേജ് ആയിരിക്കാം. അല്ലെങ്കിൽ അവർ മനസ്സിലാക്കുന്നുണ്ട് തേർഡ് പാർട്ടിയുടെ അടുത്ത് അവർ അങ്ങോട്ട് കെയർ കൊടുത്തിട്ടുണ്ട്, സ്നേഹം കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്ന് കിട്ടിയത് മുഴുവൻ, ഞാൻ പറഞ്ഞു, അവർ റെസ്പെക്റ്റ് കൊടുക്കാത്തൊരു പേഴ്സൺ ആണെന്ന്. റെസ്പെക്റ്റ് കൊടുക്കില്ലേ, നിങ്ങളുടെ വ്യക്തിയെ അവർ റെസ്പെക്റ്റ് ചെയ്യില്ല, അവർ ഒരു മര്യാദ കൊടുക്കില്ല. ഓക്കെ, കൺട്രോൾ ചെയ്ത് വെക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഐ തിങ്ക് അതാണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട്. ഇതാണ് ജഡ്ജ്മെന്റ് ഞാൻ പറഞ്ഞത്. യൂണിവേഴ്സ് അത് മനസ്സിലാക്കി കൊടുക്കും അവർക്ക്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ അങ്ങോട്ട് ഒരുപാട് കെയറും ഇതൊക്കെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ തേർഡ് പാർട്ടിയുടെ അടുത്ത് നിന്ന് അവർക്ക് ചില അടികൾ കിട്ടിയിട്ടുണ്ട്. അതാണ് നമ്മൾ ജഡ്ജ്മെന്റ് കാര്യം പറഞ്ഞത്. എൻഡിങ്സ് മൈറ്റ് ബ്രിങ് ബെറ്റർ ബിഗിനിങ്സ്. ഓക്കെ, നിങ്ങൾ തമ്മിൽ എൻഡ് ആയിട്ടുണ്ടെങ്കിലും ശരി, അല്ല തേർഡ് പാർട്ടിയുമായിട്ട് എൻഡ് ആവുകയാണെങ്കിലും ശരി, ഇവിടെ ഒരു പുതിയ ബിഗിനിങ്, നല്ലത് ബെറ്റർ വരും എന്നാണ് പറയുന്നത്. ഓക്കെ, ക്യാൻ യു അറ്റ്ലീസ്റ്റ് ലിസൺ ടു മീ. ഓക്കെ, അവർ നിങ്ങളൊരു ചാൻസ് കൊടുക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അവരിപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി അവരിപ്പോൾ കേൾക്കാനൊന്നും തയ്യാറായിരിക്കില്ല. ഓക്കെ, അവർ പറയുന്ന എന്നോട് ഞാൻ പറയുന്നത് കേൾക്കുമോ എന്നാണ് ചോദിക്കുന്നത്. ഐ എം സോ കൺഫ്യൂസ്ഡ് അബൌട്ട് അവർ റിലേഷൻഷിപ്പ് ആൻഡ് ഓക്യുപ്പൈഡ് വിത്ത് ക്ലൗഡി തോട്ട്സ്. അവർക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട് ഈ കാര്യത്തിനെ കുറിച്ച്. ഞാൻ ഹാങ്മാൻ സിറ്റുവേഷൻ പറഞ്ഞു. അവരെ മൈൻഡിൽ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട്. അവർക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ കിട്ടുന്നില്ല. What is that vibe surrounding you that makes me feel intensely passionate? പക്ഷേ അവർക്ക് നിങ്ങളുടെ അടുത്ത് അവർ ചോദിക്കുന്നത്, നിങ്ങളെ കാണുമ്പോൾ തന്നെ അവർക്ക് വളരെയധികം ഒരു അട്രാക്ഷനും ഒരു പാഷനേറ്റ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് ആ ഒരു സ്നേഹം ഒരുപാട് അവർക്ക് ഇങ്ങനെ ഉള്ളിൽ നിന്ന് പുറത്ത് വരികയാണ്. അപ്പോൾ അവർ ചോദിക്കുക, എന്താണിത് നിങ്ങളുടെ അടുത്തേക്ക് ഇങ്ങനെ അട്രാക്റ്റ് ആവുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ,
യുവർ എനർജി ഹീൽസ് മീ. നിങ്ങൾ, ഞാൻ പറഞ്ഞു കെയറിങ് പേഴ്സൺ ആണെന്ന്. യെസ്, അപ്പോൾ ഇത് നമ്മൾ തേർഡ് പാർട്ടി തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ച പോലെ. നിങ്ങൾ അവരെ എനർജി ഹീൽ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ക്വീൻ ഓഫ് കപ്സ് ആകുമ്പോൾ നിങ്ങൾ വളരെയധികം അവർക്ക് ആ കെയർ കൊടുത്ത് നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ അവർക്ക് ആ ഒരു പീസ് ഫീൽ ചെയ്യുന്നു. അവരുടെ ലൈഫ് അവർക്ക് കുറച്ചുകൂടി എല്ലാം അവരുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ അവർ ഹീൽ ആവുന്നു എന്നാണ് പറയുന്നത്. ഐ തിങ്ക് ഐ ഹാവ് സീൻ യു ഇൻ മൈ ഡ്രീംസ് ബിഫോർ. ദിസ് ഫീലിംഗ് ഇസ് സ്ട്രോങ്ലി പുള്ളിങ് മീ ടുവേർഡ്സ് യു. യെസ്, അവർ സ്വപ്നത്തിലൊക്കെ നിങ്ങളെ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ അടുത്തേക്ക് അവർക്ക് ആ പുൾ ഫീൽ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. We shouldn't be influenced by the outside world, just focus on us too. നിങ്ങൾ തമ്മിൽ ഇടയിൽ ഞാൻ പറഞ്ഞ പോലെ ആരെങ്കിലും പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് ഇനി അതൊന്നും കേൾക്കരുത്, നമ്മൾ രണ്ടുപേരും എന്താണെന്ന് നമുക്ക് തമ്മിൽ തന്നെ തീരുമാനിക്കാം എന്ന രീതിക്ക് നമ്മുടെ ഫോക്കസ് നമ്മളിലായിരിക്കാം. അത് കറക്റ്റാണ്. ഇപ്പോഴാണ് അവർ ചിന്തിച്ചു തുടങ്ങുന്നത്, അതാണ് ഞാൻ പറയുന്നത്. ഓർ മേ ബി വി ഹാവൻ ഫിനിഷ്ഡ് അവർ ജേർണി യെറ്റ് ഇൻ ദ പാസ്റ്റ് ലൈഫ് ആൻഡ് നൗ വി ആർ ഹിയർ ടുഗെദർ അഗൈൻ. യെസ്, വേൾഡ് കാർഡ് പറയാം. നമ്മൾ പാസ്റ്റ് ലൈഫ് കണക്ഷൻ്റെ കാര്യം പറഞ്ഞു, ലവേഴ്സിൻ്റെ. ഓക്കെ, നിങ്ങൾ തമ്മിൽ പാസ്റ്റ് ലൈഫിൽ തന്നെ മേ ബി ഒരു ബന്ധം ഉണ്ടായിരുന്നു എന്ന് അവർക്കും ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തിരിച്ച് നമ്മൾ ഒന്നാവാൻ വേണ്ടി വന്നതാണ് എന്നൊക്കെയാണ് അവർക്ക് തോന്നുന്നത്. സോറി ഫോർ ബ്രേക്കിംഗ് യുവർ ട്രസ്റ്റ്. ഗുഡ്, ഐ വുഡ് ടേക്ക് ബാക്ക് ഓൾ ദ ഹേർട്ട്ഫുൾ വേർഡ്സ് ഐ സെഡ് യു. അവർ നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ വേദനിപ്പിക്കുന്ന കാര്യത്തിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവർക്ക് തിരിച്ചെടുക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ എടുക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. സോറി ഫോർ ബ്രേക്കിംഗ് യുവർ ട്രസ്റ്റ്. അവർ തേർഡ് പാർട്ടിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവരതിന് റിഗ്രറ്റ് ഉണ്ട് അവർക്ക്. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ ജഡ്ജ്മെൻറ്റ് യൂണിവേഴ്സ് അവർക്ക് കാണിച്ചു കൊടുക്കും. ഓക്കെ, അവരെ ചെയ്ത തെറ്റുകളെ യൂണിവേഴ്സ് അവർക്ക് കാണിച്ചു കൊടുക്കും, അവർക്ക് മനസ്സിലാക്കി കൊടുക്കും. ഓക്കെ, അവരിപ്പോൾ സമയം എടുക്കുന്നുണ്ടെങ്കിൽ എടുത്തോട്ടെ, മെല്ലെ വരട്ടെ, അവർ ഹീലായിട്ട് വരട്ടെ. തേർഡ് പാർട്ടിയെ എല്ലാം എന്താ പറയുക മാറ്റി വെച്ച് വരട്ടെ. ഓക്കെ, നിങ്ങൾ അങ്ങോട്ട് ചേസ് ചെയ്യാൻ പോകരുത്. ഓക്കെ, എൻ്റെ അഡ്വൈസ് ഓർമ്മ വയ്ക്കുക, പ്ലീസ്. അങ്ങോട്ട് ചേസ് ചെയ്ത് പോകരുത്, സംസാരിക്കാൻ പോകരുത്, മെസ്സേജ് ഇല്ലെങ്കിൽ വേണ്ട. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നടക്കുക. നിങ്ങൾക്ക് തോന്നും മെസ്സേജ് ചെയ്യണം, എനിക്ക് സംസാരിക്കണം എന്നൊക്കെ തോന്നും. അപ്പോൾ അതിന് നിങ്ങൾ മനസ്സിനെ ഒന്ന് മാറ്റിയെടുക്കാം. ഓക്കെ, നിങ്ങൾ വേറെ എന്തിലേക്കെങ്കിലും നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരിക. ഓക്കെ, കരഞ്ഞും വിഷമിച്ചു ഇരുന്ന് തീർക്കാനുള്ളതല്ല. ഓക്കെ, യൂണിവേഴ്സിൽ ട്രസ്റ്റ് വയ്ക്കുക, ദൈവത്തിൽ ട്രസ്റ്റ് വയ്ക്കുക. ഓക്കെ, നിങ്ങൾക്ക് നല്ലത് വരുത്താൻ വേറൊരാളവിടെ മേലെയുണ്ട്. ഓക്കെ, അതിൽ ട്രസ്റ്റ് വയ്ക്കാം. ഓക്കെ, ഒരാളെന്നല്ല, ഒരു പവർ ഉണ്ട്. ഓക്കെ, ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങൾ നല്ലത് ചിന്തിച്ചാൽ, നല്ലത് പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് നല്ലത് വരും. ഓക്കെ, സോ ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവ് ആയിട്ടിരിക്കുക. എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ.